എറണാകുളം ജില്ലയിൽ ഇറിഗേഷൻ പമ്പ് ഹൌസുകളിൽ വ്യാപക മോഷണം. വല്ലം ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസിലാണ് ആദ്യം മോഷണം നടന്നത്. മോട്ടോറുകളുമായി ബന്ധിപ്പിച്ച ചെമ്പ് കേബിളുകളും ഉപകരണങ്ങളും കവർന്നു. കോലഞ്ചേരിയിലെ കറുകപ്പള്ളി മൈനർ ഇറിഗേഷൻ പമ്പ് ഹൌസിൽ ഇന്നലെയാണ് മോഷണം നടന്നത്. 2 പമ്പ് ഹൌസുകളുടെയും പ്രവർത്തനം അവതാളത്തിലാണ്. മൂന്നാല് കരയിലേക്ക് കുടിവെള്ളം പോകുന്ന ഒരു പദ്ധതിയാണ്. കുടിവെള്ളം കൃഷി ആവശ്യങ്ങൾക്ക് അതിൻ്റെ ഒരു 3 മോട്ടർ അവിടെ ഇല്ല. 2 മോട്ടർ നമ്മൾ ലിഫ്റ്റ് ചെയ്തേക്കാണ്. ഈ സാധാരണ വെള്ളപ്പൊക്ക സമയത്ത് എടുത്ത് വെക്കാറുണ്ട്. ഒരു മോട്ടർ മാത്രമേ താഴെയുള്ളൂ. ഈ 2 മോട്ടർ ലിഫ്റ്റ് ചെയ്ത ആ മോട്ടറിന്റെ കേബിളാണ് 2 ദിവസം മുമ്പ് കട്ട് ചെയ്തുകൊണ്ട് പോയത്. കേബിൾ കട്ടുകൊണ്ട് പോയവരെ നമ്മൾ കണ്ടുപിടിക്കണം. പോലീസിൽ പരാതി കൊടുത്തിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്തൊക്കെ പോരായ്മയുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് പോകാമെന്നാണ് നമ്മുടെ MLA പറഞ്ഞേക്കണേ. 4 വാർഡിനും കൂടിയുള്ള ഒരു ലിഫ്റ്റ് ഇറിഗേഷനാണ്. അപ്പോൾ അത് നിലച്ചു പോവാതെ എത്രയും പെട്ടെന്ന് അത് നിലനിർത്തണം എന്നുള്ള ഒരു ഇതാണ്. വൈശാഖോമാട്ടിൽ നമുക്കൊപ്പം എത്തുന്നു. സുപ്രഭാതം വൈശാഖോമാട്ടിൽ. പമ്പ് ഹൌസിൽ നിന്ന് ചെമ്പുകട്ട കള്ളൻ ആരാണ്? സുജയ, സുപ്രഭാതം. അത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു ആഴ്ചക്കിടയിൽ തന്നെ മോഷണം നടന്നിട്ടുള്ളത്. കുടിവെള്ളം തന്നെ മുട്ടിക്കുന്ന രീതിയിലാണ് കള്ളന്മാരുടെ പ്രവൃത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടാതെ ഈ പമ്പ് ഹൗസുകളിൽ അവർ കയറുന്നത് കള്ളന്മാർ ഈ സ്ഥലങ്ങൾ പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം ഈ പമ്പ് ഹൗസുകളെല്ലാം ഇരിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി വാതിൽ പൊളിക്കാതെ അതിന്റെ പൈപ്പുകളിലൂടെ എല്ലാം കയറിയാണ് ഈ ചെമ്പ് കമ്പികളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. പെരുമ്പാവൂരിലെ മോഷണത്തിൽ ഏകദേശം 36,000 രൂപയുടെ നഷ്ടമാണ്. ചെമ്പ് കേബിളുകൾ പൂർണ്ണമായും അത് കള്ളൻ കൊണ്ടുപോയി. ഇത് പുനഃസ്ഥാപിക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. ആളുകൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. കൂടാതെ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ കോലഞ്ചേരിയിലും തട്ടിപ്പ് ഈ മോഷണം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ പിടികൂടുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിച്ച് കാണുന്നു പോലീസ് ഇത്തരം മോഷണങ്ങൾ എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. അപ്പോൾ കൂടുതൽ ഊർജിതമായ പരിശോധനകൾ നടക്കണം. ഒപ്പം മറ്റ് സ്ഥലങ്ങളിലും സമാനമായ മോഷണങ്ങൾക്ക് സാധ്യത. അപ്പോൾ അവിടെയെല്ലാം ഇത്തരത്തിൽ പരിശോധനകളോ റോന്തോ ശക്തമാക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. വൈശാഖ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസിൽ നിന്ന് ഈ ചെമ്പ് കേബിൾ എടുത്തുകൊണ്ട് പോയാൽ അത് എവിടെയായിരിക്കും ഇവർ കൊണ്ടുപോയി വിൽക്കുന്നത്? ഇത് എന്തിനാണ് അവർക്ക് അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ഈ മോഷ്ടാക്കളുടെ ഒരു ലക്ഷ്യം എന്തായിരിക്കും? ഈ ചെമ്പിന് നല്ല വിലയാണ്. അത് നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലും പല AC-യുടെ എല്ലാം ചെമ്പ് കമ്പികൾ ഇങ്ങനെ മോഷ്ടിക്കുന്ന ഒരു സംഘത്തെ നേരത്തെ എറണാകുളം ജില്ലയിലടക്കം പിടികൂടിയിട്ട് പല സ്ഥലങ്ങളിൽ മോഷണം നടത്തിയപ്പോൾ ഈ കേബിളുകൾ ഇതിൽ നിന്നുള്ള ചെമ്പ് കൊണ്ടുപോയി വിൽക്കുമ്പോൾ നല്ല വില കിട്ടും. കിലോയ്ക്ക് 1000-ന് മുകളിലടക്കം വില ലഭിക്കുന്നത്. അപ്പോൾ അതാണ് ഈ മോഷ്ടാക്കളുടെ ലക്ഷ്യം. അപ്പോൾ ഈ പമ്പ് ഹൗസുകളാകുമ്പോൾ 1-2 മോട്ടോറുകൾ കൂടുതലുണ്ടാകും. അപ്പോൾ അതിന്റെ ചെമ്പിന്റെ അളവ്, അതിൽ നിന്ന് ലഭിക്കുന്ന അവിടെ നിന്ന് കിട്ടുന്ന ചെമ്പിന്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പമ്പ് ഹൗസുകളെ കേന്ദ്രീകരിച്ച് പല പമ്പ് ഹൗസുകൾ ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ ചില പമ്പ് ഹൗസിൽ മോട്ടോറുകൾ ഇപ്പോൾ ഇവിടെ കോലഞ്ചേരിയിലെ മോട്ടോറുകൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് വെള്ളം കയറുന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പിന്നീട് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ചാൽ അതെല്ലാം കൃത്യമായി നല്ല ബോധ്യമുള്ള കള്ളനാണ്. അതറിയാനാണ് ഞാൻ ചോദിച്ചത്. ഇത് കട്ടെടുത്താൽ എവിടെ കൊണ്ട് വിൽക്കാം, ഇവിടെ എത്രത്തോളം ചെമ്പുണ്ടാകും? അപ്പോൾ ഈ ചെമ്പ് മോഷ്ടിച്ച് ചെമ്പുണ്ടാക്കാൻ നോക്കുന്ന ആ കള്ളൻ ആരാണ് എന്നത് കണ്ടുപിടിക്കട്ടെ. ഒരു ടീം തന്നെയാണോ എല്ലായിടത്തും എത്തിയതെന്നും അറിയണം. താങ്ക് യു വൈശാഖോമാട്ടിൽ.